അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് കൊഴുവ മാങ്ങയിട്ടുള്ള കറിയാണ്. അപ്പം അതിന് വേണ്ടുന്ന ചേരുവകൾ: ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, കറിവേപ്പില, മാങ്ങ, പിന്നെ നമ്മൾ 1/2 കപ്പ് തേങ്ങയും മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ച് നമ്മളിവിടെ വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമ്മൾ ചട്ടി വയ്ക്കണം. ഇത് നമ്മളിനി ആദ്യമേ നമ്മൾ അരപ്പാണ് ചേർക്കുന്നത്. നാടൻ രീതിക്കുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിതിവിടെ ഇത്രയും നന്നായിട്ട് വാങ്ങാവുന്ന പാകത്തിനുള്ള വെള്ളം ഇപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ അരപ്പ് ചേർത്തു. ഇത് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയാണ് മീൻകറി വെക്കുന്നത്. അപ്പം നമ്മളിനി ഇഞ്ചി ഇതിലേക്കിട്ട്, പിന്നെ പച്ചമുളക്, പിന്നെ നമ്മൾ കറിവേപ്പില അങ്ങോട്ട് ഇട്ട്, അത് കഴിഞ്ഞ് നമ്മൾ ഈ ചതച്ച് കുറച്ച് ഉള്ളി വെച്ചിട്ടുണ്ട്. ആ ചതച്ച ഉള്ളിയും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇത് തിളയ്ക്കാൻ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇതിലേക്ക് മീനിട്ട് കൊടുക്കുന്നു. നമ്മൾ ഇതിലേക്ക് മീനിട്ട് കൊടുത്തത്. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാങ്ങ ഇടുന്നത്. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ടാണ് നമ്മൾ മാങ്ങ ഇടുന്നത്. നമ്മൾ ഒന്ന് മൂടി വയ്ക്കുന്നു. ഇത് 10 മിനിറ്റ് മതി, ചെറിയ മീനായതുകൊണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞ് കഴുകി വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ തിളച്ച് വരുമ്പോൾ ഓക്കെ ആവും. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് ഉള്ളിയും മുളകും മൂപ്പിച്ചിടുന്നു. നമ്മളിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കും. ഇനി നമ്മളിതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നു. ചുവന്നുള്ളി മൂത്ത് കഴിയുമ്പോൾ ഉണക്കമുളകും കൂടി ഇട്ടാൽ മതി.
ഇനിയിപ്പോൾ നമ്മളിത് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇടുന്നു. ഏറെക്കുറെ മൂപ്പായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇട്ടാൽ മതി. നന്നായിട്ട് നമ്മുടെ വറ മൂത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മൾ ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മുടെ മീൻകറി ഇവിടെ മാങ്ങായും മീനും, അതായത് കൊഴുവയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ തീർന്ന്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.